ഡിസംബർ 18 മൈലാപ്പൂരിലെ കുരിശിന്റെ തിരുനാളിനോട് ചേർന്ന് പഴവങ്ങാടി പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകി ഒപ്പം നിന്നത് ബഹുമാനപ്പെട്ട സിറിയക് കോട്ടയിൽ അച്ഛനാണ്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ, നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് പല ദൈവാലയങ്ങളും ആളുകൾ വന്ന് അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ മുത്തശ്ശിപ്പള്ളി നമ്മളൊരു തീർത്ഥാടന ദേവാലയമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാനുള്ളൊരു കാരണം എന്തായിരുന്നു വെച്ചാൽ? സാധാരണ തീർത്ഥാടന പള്ളികൾ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആയിത്തീരുന്നതാണ്. പക്ഷേ ചുരുക്കം ചില പള്ളികൾ അല്ലെങ്കിൽ ചുരുക്കം ചില കേന്ദ്രങ്ങൾ വിശുദ്ധമായി അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കാറുണ്ട്. അത് അതിൻ്റെ സഭാപരമായ ആധ്യാത്മികമായ പ്രാധാന്യം കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ പഴവങ്ങാടി പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 1400 സ്ഥാപിതമായ ഒരു പള്ളിയാണ്. ആലപ്പുഴയിലെ ആദ്യത്തെ പള്ളി. അതുകൊണ്ട് തന്നെയാണ് ഇത് മുത്തശ്ശിപ്പള്ളി എന്ന് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള, പൗരാണികത ഏറെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പള്ളിയാണ് പഴവങ്ങാടി പള്ളി എന്ന് ഞാൻ അധികാരിയുടെ മുമ്പാകെ മനസ്സിലാക്കിയപ്പോൾ പിതാവിന് തന്നെ ബോധ്യപ്പെട്ടു. തീർച്ചയായും ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്താൻ മാത്രം പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് പഴവങ്ങാടി എന്ന്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു പള്ളിയാണ് പഴവങ്ങാടി പള്ളി. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ച് വണങ്ങുന്ന ചുരുക്കം ചില ദേവാലയങ്ങളിലൊന്നാണ് പഴവങ്ങാടി പള്ളി. തന്നെയുമല്ല, ഈ ആലപ്പുഴ പട്ടണത്തിൽ ഈ പള്ളിയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കീഴിൽ ഏതാണ്ട് 14 പള്ളികളുണ്ട്. അതിൽ 4 പള്ളികൾ ഈ പള്ളിയെ തലപ്പള്ളിയായി അംഗീകരിച്ചിട്ടുള്ള പള്ളികളാണ്. എന്ന് പറഞ്ഞാൽ ഈ പഴവങ്ങാടി പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് വേറെ ഇടവകളായി രൂപപ്പെട്ടിട്ടുള്ള പള്ളികളാണ്. അപ്പോൾ ഈ 14 പള്ളികളും, പഴവങ്ങാടി പള്ളി കൂടാതെ 14 പള്ളികളും കൂടുതൽ ആളുകളെ കൊണ്ട്, എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ പള്ളികളാണ്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ആലപ്പുഴ നഗരത്തിലെ ഏറിയ പങ്കുമുള്ള ക്രൈസ്തവരുടെ, കത്തോലിക്കരുടെ സാന്നിധ്യം ഈ ഇടവകളിലാണ്. അച്ഛാ, 1400കളിലാണ് ഈ പള്ളി പണിയപ്പെട്ടതെന്ന് പറയുന്നു. അപ്പം അത്രയും പുരാതനമായൊരു ദേവാലയം, ഈ ദേവാലയത്തിൻ്റെ അതേ സ്ട്രക്ചറിലുള്ള പല ദേവാലയങ്ങളും നമുക്ക് ആലപ്പുഴയിൽ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തോമാസ് ലീഹായുടെ പേരിലുള്ള പല ദേവാലയങ്ങളും നമ്മൾ കാണാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു ദേവാലയത്തിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടെ കൂടുമല്ലേ? തീർച്ചയായും. ഈ പള്ളിയോട് ബന്ധപ്പെട്ട് ഈ നഗരത്തിൽ തന്നെ തോമാസ് ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയുണ്ട്. തോമാസ് ലീഹായുമായിട്ട് ആ പള്ളിക്ക് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ പഴവങ്ങാടി പള്ളിയുടെ മദ്ബഹായുടെ അതേ ശൈലിയിൽ തന്നെയാണ് ആ പള്ളിയുടെ മദ്ബഹായി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം പഴവങ്ങാടി പള്ളിക്ക് തീർച്ചയായും ഈ നഗരത്തിലെ മാത്രമല്ല, ഈ നഗരത്തിന് പുറത്തുള്ള മറ്റ് കത്തോലിക്ക പള്ളികളോടും ബന്ധമുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ പള്ളികളൊക്കെ ഈ ഒരു പള്ളിയിൽ നിന്ന് രൂപമെടുത്തതാണെന്ന് കൂടി ചിന്തിക്കേണ്ടി വരും.